ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്ക് ഇന്ന് ക്രോഷേത്തെ ബേസിക് സ്റ്റിച്ചസ്, ഒരു ബിഗിനറിന് വേണ്ട ബേസിക് സ്റ്റിച്ചസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 ഉണ്ട്. പാർട്ട് 2 അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബിഗിനർ ഉണ്ടാവില്ലേ, ഏകദേശം സ്റ്റിച്ചസൊക്കെ അറിയാം. ഇനി കുറച്ചും കൂടി അതായിട്ടുള്ള ഡിക്രീസും ഇൻക്രീസും അങ്ങനത്തെ സ്റ്റിച്ചസൊക്കെ പാർട്ട് 2 അപ്പം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും പാർട്ട് 2. ഇത് കഴിഞ്ഞിട്ട് എല്ലാവരും പോയി ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം, ക്രോഷ് ചെയ്യാൻ ഒരാൾക്ക് ആവശ്യം വേണ്ട സാധനങ്ങളാണ് ഒരു നൂലും ഒരു ഹുക്കെന്ന് പറയുന്നത്. ഞാൻ കുറച്ച് തിന്നായിട്ടുള്ളതും വൈറ്റ് ആയിട്ടുള്ള നൂലാണ് എടുത്തത്, കാരണം സ്റ്റിച്ചസ് കഴിഞ്ഞ് കുറച്ചും കൂടി കാണാൻ സിമ്പിളായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ സ്ലിപ്പ് നോട്ടിലേക്ക് പോവാം. ആദ്യം ഇങ്ങനെ ഒരു എടുക്കുക, പിന്നെ ഒരു ബലൂൺ പോലെ ആക്കുക. ഒന്ന് മനസ്സിലായിട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതേപോലെ ഒരു നൂലിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് ഇതേപോലെ ഒരു ബലൂൺ പോലെ ആക്കുക. ആ ചെറിയ നൂല് വേണം മുമ്പിൽ വരാൻ. എന്നിട്ട് ആ ചെറിയ നൂല് ബാക്കിലെടുത്തിട്ട് ഇങ്ങനെ നേരെ വെക്കുകയാണ് ചെയ്യേണ്ടത്. ഒന്നും കൂടി കാണിച്ചിട്ട് അതെ, ഇതേപോലെ ചെറിയ നൂലായിരിക്കണം മുമ്പിൽ വേണ്ടത്. ഇതേപോലെ ബാക്കിൽ വെക്കണം. ബാക്കിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ മുമ്പിലേക്കൂടെ അത് വലിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ആ ബാക്കത്തെ ആ ചെറിയ നൂല് ഇങ്ങനെ മുമ്പിലേക്കൂടെ വലിക്കുന്ന സമയം നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ചെറിയ നൂല് ഒരിക്കലും വലിക്കാൻ പാടില്ല. വലിയതും നടുക്കുന്ന വലിച്ചതും വേണം എടുക്കാൻ. സ്ലിപ്പ് നോട്ട് പിന്നെ നമ്മൾ 2 സൈഡിൽ നിന്ന് വലിക്കുമ്പോൾ എന്ന് വെച്ചാൽ കുരുക്ക് കാണി നിൽക്കുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് അത് നിങ്ങളൊന്ന് ചെയ്ത് ശ്രദ്ധിക്കണം. കറക്റ്റ് ചെയ്താൽ ഇതേപോലെ കുരുക്കൊന്നും വരില്ല. ഒന്നുകൂടി കാണിച്ചിട്ട് ഇതേപോലെ ബലൂൺ പോലെ എടുത്ത് ആ ചെറിയ നൂല് ബാക്കിലെടുക്കുക, നടുക്കുന്ന വലിക്കുക. ഇതാണ് ബേസിക്കായിട്ട് എല്ലാവർക്കും ബേസിക്കായിട്ട് അറിയേണ്ടത്. ഒരു സ്ലിപ്പ് നോട്ട് ഇടാൻ എന്തായാലും എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇതാണ് അങ്ങനെ നമ്മൾ സ്ലിപ്പ് നോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഹുക്ക് ഇട്ട് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഞാൻ 4mm ഹുക്കാണ് എടുത്തില്ല, കാരണം ശരിക്കും ഇതിന് 3 മതി. പക്ഷേ ലൂസ് സ്റ്റിച്ചസാണ് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത്, കാരണം എന്നാലേ കുറച്ച് സ്റ്റിച്ചസ് കാണുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യുന്ന ചിലപ്പോൾ കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്ന സാധനമുണ്ട്. ഇനി ഇങ്ങനെ ഞാൻ പിടിക്കുന്നത് പൊതുവേ തമ്പും റിംഗ് ഫിംഗറും തായിൽ ആ പോയിൻറ്റിൻ്റെ അവിടെ പിടിക്കും. ആ ലൂപ്പിൻ്റെ ആ ഒരു കെട്ടുണ്ടല്ലോ അവിടെ ഇങ്ങനെ പിടിക്കും. പിന്നെ മറ്റ് 2 മേലെയാണ് പിടിക്കുന്നത്. മിഡിൽ ഫിംഗറും അത് മറ്റേതും മേലെ വെക്കും. അത് കുറച്ച് വലിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ചെയ്യേണ്ടത് കാണിക്കാം. അത് നമ്മൾ ആ ഹുക്ക് ഇതേപോലെ ഇങ്ങനെ പിടിക്കുക. ഹുക്ക് ഇതേപോലെ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചുറ്റണം. ഇങ്ങനെ വൃത്തി ഇതേപോലെ ആയിരിക്കണം. നമ്മുടെ ഹുക്ക് പിടിക്കുന്ന രീതി കറക്റ്റായിരിക്കണം. ഇതേപോലെ ചുറ്റിയിട്ട് നമ്മൾ വലിക്കുമ്പോൾ കുറച്ചൊന്ന് ചെരിച്ചിട്ട് വലിക്കാൻ നോക്കി, ഇല്ലെങ്കിൽ അതവിടെ സ്റ്റക്ക് ആവാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അപ്പം ഒന്നും കൂടി ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഇതേപോലെ ഒന്ന് ചുറ്റി ഇങ്ങനെ വൃത്തി വലിക്കുക. ഇതിപ്പം കുറച്ച് ലൂസായി നിങ്ങൾക്ക് കാണാം. അത് ഞാൻ കുറച്ച് ലൂസായിട്ടുള്ള ഹുക്ക്, കുറച്ച് വലിയ ഹുക്ക് എടുത്തുകൊണ്ടാണ്. കുറച്ച് ലൂസ് ചെയിൻസാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി സ്റ്റിച്ചസ് കാണാൻ എളുപ്പം. ഇങ്ങനെയാണ് നമ്മുടെ ചെയിൻ സ്റ്റിച്ച് വരിക. ഇതെല്ലാവർക്കും ചെയ്യാൻ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ചെയിൻ സ്റ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ സ്റ്റിച്ചസ് ഉണ്ട്. ഇനി നമുക്ക് സിംഗിൾ ക്രോഷ പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് വരാം. നമുക്ക് സിംഗിൾ ക്രോഷ പഠിക്കാം. സിംഗിൾ ക്രോഷ പറയുമ്പോൾ നമ്മളിപ്പോഴുള്ള ലൂപ്പിൽ തന്നെ ഇനി തൊട്ടടുത്ത് നമ്മൾ ചെയിൻ ചെയ്തില്ലേ, അതിൻ്റെ ആ ഒരു ലൂപ്പിലേക്ക്, അപ്പോൾ നമ്മൾ ആ ലൂപ്പിലേക്ക് ഇടുക. കുറച്ച് നീളത്തിൽ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇനി നമ്മൾ ചെയിൻ ചെയ്ത പോലെ ഒന്നും കൂടി വലിക്കുക. പക്ഷേ ഫുൾ ക്ലോസ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് 2 ലൂപ്പ് കിട്ടും. 2 ലൂപ്പ് ഇതേപോലെ നിങ്ങൾക്ക് കിട്ടും. ഇനി നമ്മൾ ഒരു ചെയിൻ പോലെ ചെയ്തിട്ട് ആ 2 ലൂപ്പും ക്ലോസ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യേണ്ടതെന്ന് പറയാം. ഒന്നും കൂടി കാണിച്ചു തരാം. ഈ ഒരു ഉള്ളിലേക്ക് അങ്ങനെ ഇടുക. തൊട്ടടുത്തുള്ള ചെയിൻ്റെ സ്റ്റിച്ചിൽ തന്നെ ഇടണം. എന്നിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. ആ 2 ലൂപ്പും ഇതേപോലെ ഒന്നും കൂടി വലിച്ച് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. സ്റ്റിച്ചസ് കുറച്ചും കൂടി നിങ്ങൾക്ക് കാണാൻ എളുപ്പമായിരിക്കും. ഒന്നും കൂടി ഇങ്ങനെയായിരിക്കും ഒരു സിംഗിൾ ക്രോഷേ. സൂം ചെയ്തിട്ട് എടുക്കാതെ ഇതേപോലെ ഒന്നും കൂടി വലിക്കുക. 2 ലൂപ്പ് വലിക്കുക. ഇങ്ങനെയാണ് ഒരു സിംഗിൾ ക്രോഷേ. ഇനി നമുക്ക് ഡബിൾ ക്രോഷേ പഠിക്കാം. ഡബിൾ ക്രോഷേ പഠിക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ഇടുക.
എന്നിട്ട് അടുത്ത സ്റ്റിച്ചിലേക്ക് തൊട്ടടുത്തുള്ള തന്നെ ചെയിനിൻ്റെ ആ ഒരു ഹോളിലേക്ക് ഇടുക. ഇട്ടിട്ട് നമ്മൾ നേരത്തെ വലിച്ച പോലെ അതിൻ്റെ അകത്തുനിന്ന് ചെയിൻ ഒന്ന് ഫുൾ ക്ലോസ് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ വലിക്കാതെ പുറത്തേക്ക് എടുക്കണം. ഇപ്പോൾ നമുക്ക് ടോട്ടൽ 3 ലൂപ്പ് കിട്ടും. ഇനി നമ്മളൊന്നും കൂടി വലിച്ചിട്ട് ആദ്യത്തെ 2 ലൂപ്പ് ക്ലോസ് ചെയ്യണം. അതെനിക്ക് പിന്നെ 2 ലൂപ്പ് ഉണ്ടാവും, ആ 2 ലൂപ്പ് ക്ലോസ് ചെയ്യണം. ഇപ്പം ഞാൻ പറയുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും, നിങ്ങളൊന്ന് ഇപ്പം ഈ വീഡിയോനൊപ്പം തന്നെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റാവും. ഇതാണ് ഒരു ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. ഒന്നും കൂടി കാണിച്ചു തരാം. ഇതേപോലെ ഒന്ന് വലിക്കുക, ഒന്ന് എടുക്കുക, എന്നിട്ട് അടുത്ത സ്റ്റിച്ചിലേക്ക് ഇടുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് വലിച്ചിട്ട് ടോട്ടൽ 3 ലൂപ്പ് ഉണ്ടാവും. ആദ്യത്തെ 2 ഒരു പെയർ ലൂപ്പിൽ ക്ലോസ് ചെയ്യുക, പിന്നെ വീണ്ടും 2 ലൂപ്പ് അതും ക്ലോസ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ 2 ഡബിൾ ക്രോഷ്യേഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടെങ്കിൽ ഒന്ന് ആദ്യം മുതലൊന്ന് കാണാം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഇനി നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പിടിക്കുക. ഇതേപോലെ നേരത്തെ പോലെ ഒന്നും കൂടി ഒന്ന് വലിക്കുക. ഇത് തൊട്ടടുത്ത് നല്ല ഡബിൾ ക്രോഷ്യൻ്റെ സെയിം പോലെ ഇത്രയും വരെ ചെയ്യാം. ഇതേപോലെ ഒന്ന് വലിച്ചിട്ട് പുറത്തേക്ക് ഇടുക. ഇപ്പം ഇവിടെ 3 ലൂപ്പ് ഉണ്ട്. ഇനി നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്തത് ഇങ്ങനെ എടുത്തിട്ട് ആദ്യത്തെ 2 ലൂപ്പ് ക്ലോസ് ചെയ്യലില്ലേ, പക്ഷെ ഹാഫ് ഡബിൾ ക്രോഷ്യ അങ്ങനെയല്ല. ആദ്യത്തെ ആ 3 എണ്ണം ഒപ്പരം ക്ലോസ് ചെയ്യുക. അതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. ഡബിൾ ക്രോഷ്യ പോലെ എടുത്ത് ആ 3 ലൂപ്പ് വരെ ആക്കുക. അതൊന്നും കൂടി ജസ്റ്റ് ഒന്നുകൂടി പറയാം. ഇതേപോലെ ഒന്ന് ഇരിക്കുക, അടുത്ത ചെയിനിലിടുക. ഇത്ര വരെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് വലിക്കുക, അടുത്ത ചെയിനിലിടുക, എന്നിട്ട് വലിച്ച് 3 ലൂപ്പ് ഉണ്ടാവും. ആ 3 ലൂപ്പിൽ ആ 3 ലൂപ്പും ഒരുമിച്ച് ക്ലോസ് ചെയ്യുക. ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ച് പഠിക്കാം. അടുത്ത സ്റ്റിച്ച് എന്ന് പറയുന്നത് ത്രിബിൾ ക്രോഷ്യാണ്. ത്രിബിൾ ക്രോഷ്യ പറയുമ്പോൾ നമ്മൾ ഡബിൾ ക്രോഷ്യക്ക് ഒരോട്ടം ചുറ്റിയതേ ഉള്ളൂ, ബട്ട് ത്രിബിൾ ക്രോഷ്യ 2 ഓട്ടം ചുറ്റണം. ഇതുപോലെ 2 ഓട്ടം ചുറ്റിക്കഴിഞ്ഞിട്ട് നേരത്തെ പോലെ തന്നെ അടുത്ത ലൂപ്പിലിടുക. ലൂപ്പിലിട്ട് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് വലിക്കുക. ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ 3 ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം 4 ലൂപ്പാണ് നമുക്ക് കാണാൻ കഴിയുക. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ 2 പെയറായിട്ട് ക്ലോസ് ചെയ്യുക. ഒന്ന് എടുക്കുക, ആദ്യത്തെ 2 എണ്ണം ക്ലോസ് ചെയ്യുക, വീണ്ടും അടുത്തത് എടുക്കുക, അടുത്തതെടുത്ത് ആ 2 എണ്ണം ക്ലോസ് ചെയ്യുക, വീണ്ടും അടുത്ത ലാസ്റ്റത്തെ 2 ലൂപ്പും ഇതേപോലെ എടുത്ത് ക്ലോസ് ചെയ്യാം. ഇത് കുറച്ച് നീളമുള്ള സ്റ്റിച്ചായിരിക്കും, കാരണം ഇത്രയും ക്ലോസ് ചെയ്യാനുണ്ടല്ലോ. വീണ്ടും നമുക്ക് 2 വട്ടം ചുറ്റുക. ഇത് രണ്ടാമത്തെ ത്രിബിൾ ക്രോഷ്യാണ്. ഒരു ത്രിബിൾ ക്രോഷ്യ അവിടെ കഴിഞ്ഞു. അങ്ങനെ 1 ക്ലോസ് ചെയ്യുക, 2 ക്ലോസ് ചെയ്യുക, 3 ക്ലോസ് ചെയ്യുക. അങ്ങനെ ഈ 2 പെയർ പോലെ ചെയ്ത് ക്ലോസ് ചെയ്യാം. ഇവിടെ നമ്മുടെ അങ്ങനെ 2 ത്രിബിൾ ക്രോഷ്യ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റിച്ചാണ് പഠിക്കാൻ പോകുന്നത്, സ്ലിപ്പ് സ്റ്റിച്ച്. ഇത് നമ്മൾ മറ്റേ സിംഗിൾ ക്രോഷ്യ ചെയ്ത പോലെ ഉള്ളിലേക്ക് ഇടുക, എന്നിട്ട് ഒന്ന് വലിക്കുക. ഇപ്പോൾ 2 ലൂപ്പ് ഉണ്ടാവും. ഇനിയാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചിൻ്റെ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ലൂപ്പ് ഉണ്ടല്ലോ, ആദ്യത്തെ ലൂപ്പ് കൊണ്ട് നമ്മൾ 2ാമത്തെ ലൂപ്പ് ക്ലോസ് ചെയ്യാം. കഴിഞ്ഞു. ആ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് അവിടെ കഴിഞ്ഞു. ഒന്നും കൂടി കാണിച്ചു തരാം. അടുത്ത സ്റ്റിച്ചിലേക്ക് അങ്ങ് നോർമലായിട്ട് ഇടുക. ഒന്നും ചുറ്റുമൊന്നും വേണ്ട, അങ്ങനെ ഇടാം. എന്നിട്ട് ഒന്ന് അതിന് ഉള്ളിൽ നിന്ന് എടുക്കുക. ഞാൻ പറയുന്ന മനസ്സിലായിട്ടും കാണുമ്പോൾ മനസ്സിലാവും. ഇനി നമ്മൾ ഫസ്റ്റത്തെ ആ ലൂപ്പ് കൊണ്ട് 2nd ലൂപ്പ് ക്ലോസ് ചെയ്യാം. ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇത് പൊതുവേ നമ്മൾ ഒരു പ്രോജക്റ്റ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാനാണ് ഉപയോഗിക്കുക പൊതുവെ. ഇനി നമുക്ക് ഡബിൾ ചെയിൻ പഠിക്കാം. ഡബിൾ ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ നൂല് കുറച്ച് ചെറുതായിട്ടില്ലേ നമ്മൾ പൊതുവേ സ്ലിപ്പ് നോട്ടാക്കാൻ എടുക്കുക. പക്ഷേ ഇതിന് കുറച്ച് നീളത്തിൽ തന്നെ ആ ചെറിയ നൂല് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ സ്ലിപ്പ് നോട്ടാക്കുക. സ്ലിപ്പ് നോട്ടാക്കാൻ ഞാൻ ഓൾറെഡി ആദ്യം കാണിച്ചു തന്നുകൊണ്ട് ഇപ്പോൾ കാണിച്ചിരുന്നില്ല ഇങ്ങനെ ഡീറ്റെയിൽ ആയി പറഞ്ഞിരുന്നില്ല. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നോർമലായിട്ട് നമ്മൾ ഹുക്കിടുക, കൂട്ടിട്ട് നോർമൽ ടൈറ്റ് ആക്കുക. ഇനി ആ ചെറിയ നൂലില്ലേ, സൂം ആക്കി തരാം. ചെറിയ നൂലില്ലേ, ഈ ചെറിയ നൂല് ഇതിൻ്റെ മേലേക്കൊന്ന് ഇതാക്കുക. കണ്ടോ, ഇതേപോലെ ഒന്ന് ചുറ്റുക. ചെറിയ നൂല് ജസ്റ്റ് ഒന്ന് ചുറ്റുക. ചുറ്റിക്കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അവിടെ നോർമൽ പിടിച്ച് ഒന്ന് അടിച്ച് 2 ലൂപ്പും അതേ ഒന്ന് ക്ലോസ് ചെയ്യുക. ഇതാണ് ഒരു അങ്ങനെ ആ 2 ലൂപ്പ് അങ്ങനെ ക്ലോസ് ചെയ്ത് കുറച്ച് ടഫുള്ള പണി. നമ്മൾ ആദ്യം തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് പണിയാണ്, കുഴപ്പമില്ല.
ഇതാണ് നമ്മൾ ഡബിൾ ചെയിൻ എന്ന് പറയുന്നത്. ഇത് സിമ്പിളാണ് ചെയ്യാൻ. ഇത് കുറച്ചൊരു നമ്മൾ നോർമൽ ചെയിനൊരു 3D ലുക്ക് കൊടുക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. ഇതാ നമ്മൾ മാറിപ്പോയത് ചുറ്റുമ്പോൾ ചെറിയ നൂല് വേണം ചുറ്റാൻ. ജസ്റ്റ് അതൊന്ന് ചുറ്റിയിട്ട് പിന്നെ നോർമലായിട്ട് കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഇനി ഞാനിത് കുറച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം അതിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ. ഇതാ കുറച്ച് നീളത്ത് ചെയ്താൽ ഇതിങ്ങനെ ആയിരിക്കും വരിക. കുറച്ചൊരു നമ്മൾ നോർമൽ ചെയിൻ ഒരു 3D ലുക്ക് കൊടുത്ത പോലെ ഉണ്ടാവും. ഇനി നമുക്ക് എല്ലാ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന പോലത്തെ സാധനം ഉണ്ടല്ലോ, മാജിക് റിങ്, അത് പഠിക്കാം. എല്ലാവരും മാജിക് റിങ് കയ്യിൽ ഒരുപാട് ചുറ്റിയിട്ടൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ല. പക്ഷെ എനക്കൊന്നും അങ്ങനെ ആവുന്നുണ്ടായിട്ടില്ല. ഞാൻ ചെയ്യുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇതേ ഒരുപാട് ഫുൾ കയ്യിൽ ചുറ്റി കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് കുറേ ആൾ ചെയ്യുന്ന കണ്ടിട്ടില്ല. ഞാൻ സിമ്പിളായി ചെയ്ത് കാണിച്ചു തരാം. അത് നോർമലായി നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്യുന്ന പോലെ ഒരു ബലൂൺ ഉണ്ടാക്കുകയാണ് ആദ്യം. ആ ബലൂൺ ഉണ്ടാക്കുക. ഇത് ചെറിയ നൂല് വേണം മേലേക്ക് കൊണ്ടുപോകാൻ. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ നേരത്തെ സ്ലിപ്പ് നോട്ടാക്കുമ്പോൾ അതേപോലെ. അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിക്കുക, കാരണം അതൊന്ന് വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ ഹുക്ക് എടുക്കുക. ഹുക്ക് എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇടുക. ഇങ്ങനെ അകത്തേക്ക് ഇടുക. എന്നിട്ട് ആ നീളുള്ള നൂലുണ്ടല്ലോ നോർമൽ കണ്ടിന്യൂസ് ചെയ്യാൻ പോകുന്ന നൂല്, ആ നൂല് ഇങ്ങനെ കൊണ്ടുവരിക, പുറത്തേക്ക് കൊണ്ടുവരിക. ഇതേപോലെ കൊണ്ടുവരിക. എന്നിട്ട് ഒരു ചേഞ്ച് ചെയ്യുക, കാരണം ഒന്നുകൂടെ സെക്യൂറായി നിൽക്കാൻ വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്യുക. ഇങ്ങനെയാണ് ഞാൻ പൊതുവേ മാജിക് റിങ് ചെയ്യുക. കുറച്ച് സിമ്പിളാണ്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അല്ല. ഒന്നും കൂടി കാണിച്ചത് ഇതേപോലെ ബലൂൺ പോലെ ചുറ്റുക. നമ്മൾ സ്ലിപ്പ് നോട്ടിന് കുഞ്ഞി നൂല് മേലേക്ക് എടുക്കുന്ന പോലെ, പക്ഷേ ഇതിനെ അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം മാജിക് റിങ് അല്ലേ. ഇതേപോലെ ജസ്റ്റ് ബലൂൺ പോലെ ചുറ്റി ഇങ്ങനെ എടുക്കുക, ഒരു ചേഞ്ച് ചെയ്യുക. ഇത്രയേ ഉള്ളൂ മാജിക് റിങ്. സിമ്പിളായിട്ട് നമ്മൾ അങ്ങനെ മാജിക് റിങ് ചെയ്ത്. ഇനി മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ മറ്റ് സ്റ്റിച്ചസ് ചെയ്യുന്നതും വേറെ കുറേ സ്റ്റിച്ചസ് ഉണ്ട്. ഇനി ഓരോ സിംഗിൾ ക്രോഷേക്കും ഡബിൾ ക്രോഷേക്കും ഒക്കെ അതിൻ്റെ ഇൻക്രീസും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഞാൻ ചെയ്യണോ, അത് പാർട്ട് 2 ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പാർട്ട് 2 ചിലപ്പം എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഓരോ ഇൻക്രീസും ഡിക്രീസും ഒക്കെ ഉണ്ട്. അത് എന്താണ് നമ്മൾ മാജിക് റിങ്ങിൽ ചെയ്യുമ്പോൾ ഓരോ സ്റ്റിച്ചും ലുക്ക് മാറും. ഒന്ന് കാണിച്ചു തരാം ഞാൻ. ഈ ഒരു ടെർട്ടിൽ എന്ന് പറഞ്ഞാൽ ഫുൾ അമിഗുർമിയാണെന്ന് വെച്ചാൽ നമ്മളെ മാജിക് റിങ്ങിൻ്റെ അകത്ത് സിംഗിൾ ക്രോഷേ ചെയ്ത് അമിഗുർമി. മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ സിംഗിൾ ക്രോഷേ കൊണ്ട് ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേൺ പോലെ ആയിരിക്കും നമ്മൾ കാണാം. മാജിക് റിങ്ങിൻ്റെ എല്ലാ പ്രോജക്റ്റും സ്റ്റാർട്ട് ചെയ്യുന്നത് മാജിക് റിങ്, മോസ്റ്റ് ഓഫ് ദ വൺ മാജിക് റിങ്ങിൻ്റെ ഉള്ളിലാണ് സ്റ്റാർട്ട് ചെയ്യുക. മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ സിംഗിൾ ക്രോഷേ ചെയ്താൽ ഈ ഒരു ലുക്കായി കിട്ടുക. ഇനി അഥവാ മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യുമ്പം കുറച്ച് ലൂസായിട്ടില്ല ഇതേപോലെ ആയിരിക്കും കിട്ടുക.